ഹദീസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ലൈഫുകളാണ്. 1000 ചില്ലുവാനം ഹദീസുകൾ മാത്രമേ അങ്ങനെയാണെങ്കിൽ സ്വഹീഹായി വന്നിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ മുസ്ലിമീങ്ങളുടെ പ്രമാണം നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ ഈ ലോകത്തോട് പറയേണ്ടി വരും. നഊദു ബില്ലാഹ്, അല്ലാഹു ആക്കട്ടെ. കാരണം നമ്മുടെ പ്രമാണം ഏതാണ്? ഖുർആനും ഹദീസും ഇജ്മാ ഖിയാസ് അല്ലേ? ഈ പ്രമാണങ്ങളിൽ നിന്ന് മർമ്മപ്രധാനമായ ഒരു പ്രമാണം തന്നെ ഇല്ലാതായി പോയി എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കി എന്ന് പറയപ്പെടുന്നുണ്ട്. പറയപ്പെടുകയല്ല, കിതാബുകളിലുള്ള രേഖയാണ്. 10 ലക്ഷം ഹദീസ്, 10 ലക്ഷം ഹദീസ്. അപ്പൊ അതെങ്ങനെയാണ്? ആ ഹദീസൊക്കെ എവിടെ പോയി? കാണുന്ന ഹദീസല്ല നമ്മൾ ലൈഫ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ പിന്നെ ഏത് ഹദീസാണ് പിടിക്കുക? അപ്പൊ അത് വേറെ വിഷയം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതാരോട് പറയുന്നതാ? ബിദഅത്തുകാരോട് ഓർമ്മപ്പെടുത്തിയ, സുന്നികൾക്ക് അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ലൈഫാണെന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഉരുണ്ടുകളിയുണ്ട്, നമ്മളിൽപ്പെട്ടവർക്ക് തന്നെ. അത് ലൈഫാണെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് തള്ളണ്ട. ലൈഫായ ഹദീസാണ് എങ്കിലും അത് വെച്ച് അമൽ ചെയ്യാൻ പറ്റും എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ അദ്കാർ രേഖപ്പെടുത്തിയത്. ഇമാം നവവി തങ്ങൾ മാത്രമല്ല, മിക്ക ഇമ്മത്തുകളും അത് സമ്മതിച്ചിട്ടുണ്ട്. അത് ഇജ്മാഅ വിഷയമാണ്. അതവിടെ ഇരിക്കട്ടെ. ഏതായിരുന്നാലും ചൊവ്വാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്തെ രക്തം പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രക്തം നിൽക്കൂല എന്ന് ഒരു ഹദീസുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം മിക്ക കടകളും അവധിയായിരിക്കും. ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ചൊവ്വാഴ്ച ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ആ സംഭവം വെച്ചിട്ടാണ്. ഇനി ഇത് ശരിയല്ല എന്ന് പറയുന്നവര് ചൊവ്വാഴ്ച പോയി ഒന്നെങ്കിൽ സ്ഥിരമായി ഒന്ന് മുട്ടയടിച്ച് കാണിച്ചാൽ മതി. അപ്പൊ പിന്നെ റെഡി ആക്കിക്കോളൂ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നട്ടുച്ചയ്ക്ക് തന്നെ ഒന്ന് പോകണം, എന്നിട്ട് ബാർബർ ഷോപ്പ് തുറന്നിട്ട് അങ്ങനെ സ്ഥിരമായിട്ടൊന്ന് കാണിച്ചു തന്നാൽ മതി. ഇത് അമലിന് പറയുന്നതാണ്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മളത് ചെയ്തേ പറ്റും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ചൊവ്വാഴ്ച ദിവസം. അപ്പൊ ഈ ചൊവ്വാഴ്ച ദിവസം കുട്ടി പ്രസവിച്ചിട്ട് 7 എന്ന് വന്നു. ചൊവ്വാഴ്ച വന്നാൽ മുസ്ലിയാരെ അന്ന് മുടികളച്ചിൽ നടത്തണോ അതല്ല പിറ്റേ ദിവസം ബുധനാഴ്ച നടത്തിയാൽ മതിയോ എന്ന് ഒരാൾ ഇഷ്കാര്. ഞാനങ്ങനെ അത് പരതി നോക്കുമ്പോ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയോട് തന്നെ ഇതേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫതാവയിൽ ഞാൻ കണ്ടു. അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് ചൊവ്വാഴ്ചയാണ് എങ്കിലും അതേപോലെ തന്നെ മുടികളച്ചിൽ നടത്തണമെന്നാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. പല ആളുകളും അതിൽ സംശയം ഉന്നയിച്ചിട്ട് ദിവസം കൊള്ളൂല നമുക്ക് മുസ്ലിയാരെ, അപ്പൊ അടുത്ത ആഴ്ചത്തേക്കാക്കാം. അടുത്ത ആഴ്ച ആക്കിയാലും 7ന്റെ ഗുണിതമാണ്, പിന്നെയും 14, അടുത്ത വീണ്ടും ചൊവ്വാഴ്ച തന്നെ വരിക. പിന്നെ പിറ്റേ ദിവസം പിടിക്കും. ഒന്നില്ല ബുധൻ പിടിക്കല്ല വ്യാഴം പിടിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ദിവസം പിടിക്കുക. അങ്ങനല്ല. കുട്ടി എന്ന് പ്രസവിക്കപ്പെടുന്നോ അതിന്റെ 7 അത് ചൊവ്വാഴ്ച ആയാലും അന്ന് തന്നെ മുടികളച്ചിൽ നടത്തണം. അന്ന് തന്നെ അക്കീക്ക ഇറക്കാൻ കഴിയുമെങ്കിൽ നടത്തണം. അന്ന് പറ്റിയില്ല എങ്കിൽ മുടികളനേക്ക് എന്നിട്ട് അക്കീക്ക അതിന്റെ ഒരു ഗുണിതത്തിൽ പിന്നെ സൗകര്യത്തിന് നടത്തിയാൽ മതി. ഒന്നില്ലെങ്കിൽ 14 അല്ലെങ്കിൽ 21 അങ്ങനെ അങ്ങോട്ട് ഗുണിതത്തിന്റെ സൗകര്യത്തിൽ നടത്തുക. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഉള്ളവരുണ്ട് എങ്കിൽ ഇത് സുന്നത്തായ കാര്യമാണ്, നിർബന്ധമല്ല. മനസ്സിലാക്കണം. കുട്ടിയുടെ മേലുള്ളതാകുന്ന ഒരു ഹക്കാണത് അക്കീക്ക ഇറക്കുക. അപ്പൊ അന്നത്തെ ദിവസം രാവിലെ, ഏത് ദിവസമാണെങ്കിലും 7ന്റെ അന്ന് രാവിലെ കുട്ടിക്ക് പേര് വിളിക്കാം. മുഹമ്മദ് എന്നാണെങ്കിൽ മുഹമ്മദ് എന്നാണ് ഇവന്റെ പേര്, ഇൻഷാ അല്ലാഹ് എന്ന് സ്ഥിരപ്പെടുത്തി അവിടെ ഉള്ളവരോട് പറയാ. നാട്ടുകാരോട് മൈക്കേട്ടി പറയേണ്ട കാര്യമില്ല. അതിനുശേഷം പിന്നെ നേരെ ഉരുവിന്റെ അടുക്കൽ വരിക. ഞാനിതൊക്കെ പറയുന്നത് നമ്മൾ 2.5 മണിക്കൂർ 3 മണിക്കൂർ നീട്ടി വാതു പറയുന്നതിനേക്കാൾ എഫക്റ്റീവാണ് ഈ 1-2 വിഷയങ്ങളൊന്ന് ശ്രദ്ധിക്കൽ. കാരണം പലരും അശ്രദ്ധ വരുത്തിക്കുന്ന ഒരു വിഷയമാണിത്. എന്നോടൊരു സഹോദരൻ ചോദിക്കേണ്ട, കൊല്ലത്തുള്ള ഒരു സഹോദരനാണ് ചോദിച്ചത്. ഈ 2 ആഴ്ച മുമ്പാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ധാരാളം ആളുകൾ ഈ വിഷയത്തിൽ അജ്ഞരാണ് എന്നുള്ളത്. ചോദിച്ചത് മറ്റൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത്, ഉസ്താദെ ഇതെപ്പോഴാണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു സുബഹി കഴിഞ്ഞ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. എന്തിനാ വൈകിപ്പിക്കുന്നത്? കാരണം നിബിധങ്ങൾ ദുആ ഇരുന്നിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ വീട് കൂടിയിരിക്കൽ രാവിലെ തന്നെ നടത്തും. എന്തിനാ അത്? നിബിധങ്ങൾ ദുആ ഇരുന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹു എന്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ എന്ന് നിബിധങ്ങൾ ദുആ ഇരുന്നിട്ടുണ്ട്. കച്ചവടത്തിന് പോകുന്ന ആവശ്യത്തിനാണ് ദുആ ഇരുന്നിരിക്കുന്നത്. എങ്കിലും രാവിലെ തന്നെ യാത്ര പോകുക, നല്ല ഹൈറായ നിലയ്ക്ക് ഇറങ്ങിത്തിരിക്കുക, അതിനുവേണ്ടി നിബിധങ്ങൾ ചെയ്ത ഒരു ദുആ ആണ്. അപ്പൊ രാവിലെ എന്ത് കാര്യങ്ങൾക്കും ഒരു ബറക്കത്തുണ്ടാകും. നബിയുടെ ആ ദുആഇന് ഇജാബത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ വൈകുന്നില്ല, നല്ല കാര്യങ്ങൾ പ്രഭാതത്തിൽ തന്നെ ചെയ്യാം. ഞാൻ പറഞ്ഞു രാവിലെ തന്നെ ആയിക്കോട്ടെ മുടി കളിച്ച്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ അത് കുറച്ചുകൂടി ഒന്ന് പിന്തിച്ചാൽ കൊള്ളാം. ഞാൻ ചോദിച്ചെന്താ?
അത് ഈ ഉരുവിനെ അറക്കുന്ന ആള് അയാൾക്കപ്പോൾ എത്താൻ പറ്റൂല, അയാൾ ഒരു 10 മണിയാകുമ്പോഴേ വരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ അതായിക്കോട്ടെ. അല്ല, ഉരുവിന്റെ കഴുത്തേൽ കത്തി വെക്കുമ്പോൾ ഇവിടെ തലയിൽ ഒസാൻ കത്തി വെക്കണ്ടേ? രണ്ടും ഒരേ ടൈമിലാകണ്ടേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇതൊക്കെ നമ്മളിലുള്ള ഒരുപാട് പോരായ്മകളാണ്. ഇതൊക്കെ വളരെ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ്. അങ്ങനെയല്ലല്ലോ. കുട്ടിയുടെ പേര് വിളിക്കുന്നു, കുട്ടിക്ക് പേരിട്ടതിന് ശേഷം ഉരുവിന്റെ അടുക്കൽ ചെല്ലുന്നു. എന്റെ മകൻ മുഹമ്മദിന്റെ ഇന്ന മകനാണ്, ഏത് പേരാണോ വെച്ചത്, അപ്പൊ പേര് വ്യക്തമാക്കി നമുക്ക് അവിടെ പറയാൻ പറ്റും. എന്റെ മകൻ മുഹമ്മദിന്റെ സുന്നത്തായ അഖീഖ നിറവേറ്റുന്നു എന്ന് കരുതി അവിടെ വെച്ച് അറവിന് മുമ്പ് തന്നെ നിയ്യത്ത് ചെയ്ത് അറവ് നടത്തുക. അതിനുശേഷം കുട്ടിയുടെ തലമുടി മുണ്ടനം ചെയ്യുന്നു. ആ തലമുടിയുടെ തൂക്കം, ആണാകട്ടെ പെണ്ണാകട്ടെ, രണ്ടുപേരുടെയും മുടിയുടെ തൂക്കം അനുസരിച്ച് സ്വർണമോ വെള്ളിയോ പാവങ്ങൾക്ക് ഹദിയ ചെയ്യണം. ഇതൊക്കെ ചെയ്യണം. അപ്പാവുമ്പോ ഇതൊന്നും ചെയ്യൂല. പൊറോട്ടയും ബീഫും വെച്ച് റാഹത്തായിട്ട് 3 നേരം അടിക്കും. ഇതൊന്നും ആരും ചെയ്യൂല. മിക്കവരും ശ്രദ്ധിക്കാത്ത വിഷയമാണ്. ആ അതിന്റെ തൂക്കം അനുസരിച്ചിട്ട് സ്വർണമോ വെള്ളിയോ ഹദിയ ചെയ്യണം, പാവങ്ങൾക്ക് കൊടുക്കണം. അതൊക്കെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന വിഷയമാണ്. അറക്കുന്ന അറവിന്റെ മൃഗത്തിലുള്ള ശുറൂത്തുകളോ ഒക്കെ പറയാൻ നമുക്ക് സമയം ദൈർഘ്യമാണ്. എന്നിരുന്നാലും ഓർമ്മപ്പെടുത്താൻ, ഉളഹിയത്തിന്റെ മൃഗത്തിന്റെ അതേ വസുഫ് തന്നെ ആയിരിക്കണം അഖീഖയുടെ മൃഗത്തിന്, കുട്ടിയുടെ മേലുള്ള അറവിന്റെ മൃഗത്തിന്. അഥവാ 2 വയസ്സുണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ളതാകുന്ന നമ്മുടെ നാട്ടിലുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ്. 2 വയസ്സുണ്ടാകണം. ആൺകുട്ടിയാണെങ്കിൽ 2 ആട് സുന്നത്താണ്. പെൺകുട്ടിയാണെങ്കിൽ അഥവാ ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ 1 ആട് സുന്നത്താണ്. 2 ആട് കഴിയുമെങ്കിലാണ് ഈ പറഞ്ഞത്. ഇനി അതൊന്നുമല്ല, ഒരാൾക്കൊരു നല്ലൊരു പോത്തിനിറത്തു കൊടുക്കാൻ ശേഷിയുണ്ട്, അൽഹംദുലില്ലാഹ് ചെയ്തോ. അയാൾക്ക് അപ്പോഴൊന്നും ശേഷിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് വലിയ പെരുന്നാളായപ്പോഴാണ് ശേഷി വന്നത് എങ്കിൽ അയാൾക്ക് ഉളുഹിയത്ത് അറക്കുന്ന സമയത്ത് ഒരു ഷെയർ അദ്ദേഹത്തിന്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ എല്ലാവരുടെയും ചേർത്തുകൊണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ, അഥവാ 1 അയാൾ ഉളുഹിയത്തിന് കരുതി, പിന്നുള്ളതൊക്കെ ബാക്കി 6 അല്ലെങ്കിൽ 1 അഖീഖയുടെ നിയ്യത്തും കരുതാം. അപ്പൊ 2ഉം നിയ്യത്ത് ചെയ്തുകൊണ്ട് അറക്കാം. ഇതൊക്കെ ശറഅ് പഠിപ്പിക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇവർ 2 പേരുമാണ് ഷാഫി മദ്ഹബിലെ പ്രവര ഇമാമിങ്ങൾ. ഇവർ 2 പേരും ഒരു മസലയിൽ തീർപ്പ് പറഞ്ഞാൽ പിന്നെ വേറെ ആരിലേക്കും ആരും പോകാറില്ല. ഷാഫി മദ്ഹബിലെ ഉലമാ 2 പേരും ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഇതൊക്കെ മക്കൾക്ക് വേണ്ടിയുള്ള ചില കർത്തവ്യങ്ങളാണ്. ഇതൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, ഒക്കെ ചെയ്യണം. സാമ്പത്തികം ഉണ്ടാകുമ്പോൾ വെറുതെ അടിച്ചു പൊളിക്കരുത്. ഇങ്ങനത്തെ ചില വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ പ്രായം ചെന്ന ആളുകൾ അവരുടെ ദീർഘായുസിന് വേണ്ടി നമ്മൾ ഒരു ഉരുവിനെ വാങ്ങിയിട്ട് അറക്കും, അല്ലേ? അതും ഇതേപോലെ തന്നെ 2 വയസ്സെത്തിയ നല്ല ഒരു മൃഗത്തെ തന്നെ ആകണം എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. തുഹഫയിൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം. ഏതായിരുന്നാലും അങ്ങനെ പ്രായമുള്ളവർക്കുണ്ട്. അതെന്തിനാ? അവർക്ക് ദീർഘായുസിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി, അവരുടെ സന്തോഷകരമാകുന്ന ജീവിതത്തിന് വേണ്ടി, അസുഖങ്ങൾ മാറി നിൽക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യും. അതൊക്കെ നമ്മുടെ പൂർവികർ പണ്ട് മുതൽ നമുക്ക് ചെയ്തു വന്നതാണ്. ഞാൻ പറയുന്നത് ഇതിനൊക്കെ അസിലുണ്ട്, അടിസ്ഥാനമുണ്ട് എന്നുള്ള കാര്യമാണ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ തൗഫീഖ് നൽകട്ടെ. അഖീഖ അറക്കുമ്പോൾ ആ മൃഗത്തെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉളഹിയത്തിന്റെ മാംസം, അതിന്റെ എല്ല് മുഴുവൻ നമുക്ക് കഷ്ണമാക്കാമെങ്കിലും അഖീഖ പരമാവധി അതിന്റെ എല്ലുകൾ പൊട്ടിക്കാതെ തന്നെ അതിന്റെ മാംസം ഉരിഞ്ഞെടുക്കണം, അതിന്റെ എല്ലുകളിൽ നിന്ന് ഉരിഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഉലമാ പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടി? അതൊരു ശുഭലക്ഷണമാണ്. കുട്ടിക്ക് ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് ഇല്ലാതിരിക്കാൻ, പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ അതിന്റെ എല്ലുകൾ പൊട്ടിക്കാതെ പരമാവധി ഉരിഞ്ഞെടുക്കണം. എന്നാലും ചില ഉരുവിന്റെ ഒക്കെ ചില എല്ലുകൾ പൊട്ടിക്കാതെ തന്നെ ഉരിയാതെ പറ്റൂല. അങ്ങനത്തെ ചില എല്ലുകളുണ്ട്, അത് അവർക്കറിയാം. അവരത് പരമാവധി അത് പൊട്ടിക്കും. അതൊഴികെ ഉള്ളത്, ബാക്കിയുള്ളതൊക്കെ തന്നെ പൊട്ടിക്കാതെ ഉരിഞ്ഞ് തന്നെ എടുക്കണം. അത് പ്രത്യേകമായി ഉലമാ പഠിപ്പിക്കുന്ന വിഷയമാണ്. അതൊക്കെ ഒരു ശുഭലക്ഷണത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ സാധാരണ ഉളുഹിയത്തിന്റെ മാംസം ജനങ്ങളിലേക്ക് വിതരണം ചെയ്യൽ, അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക, അതിന്റെ ഇറച്ചി കൊണ്ടുപോയി വിതരണം ചെയ്യലാണ് എങ്കിൽ അഖീഖയുടെ വിഷയത്തിൽ അത് പാചകം ചെയ്തു കൊടുക്കലാണ് പ്രത്യേകമായി സുന്നത്ത്. പാചകം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറച്ചി പാചകം ചെയ്തിട്ട് ആ കറിയായിട്ട് ജനങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുക. ആ കറിയിൽ തന്നെ ഒരൽപ്പം ബറക്കത്തിന് മധുരം ചേർക്കൽ സുന്നത്താണ്. ഒരൽപ്പം തേനോ ഒരൽപ്പം പഞ്ചസാരയോ, ഒരൽപ്പം, ഒരു ഞുള്ളാണ് ഈ പറഞ്ഞത്. അല്ലാതെ 5 കിലോ പഞ്ചസാര അതിനകത്തിട്ട് മുസ്ലിയാർ പറഞ്ഞായിരുന്നു സ്വല്പം പഞ്ചസാര ഇടണം എന്ന് പറഞ്ഞിട്ട് 5 കിലോ കട്ടിത്തേൻ എടുത്ത് അതിലിടരുത്. ഒരൽപ്പം മധുരം, സ്വല്പം മധുരം അതിന് ബറക്കത്തിന് വേണ്ടി ഇടുക.
കറി എരിവുള്ളത് തന്നെ ആയിരിക്കാം, പക്ഷെ ഒരു അല്പം മധുരം അതിലിടുക. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഭയങ്കരമായി ഇത് സഹിയാവൂല എന്ന് മുസ്ലിയാർ പറഞ്ഞു എന്നൊന്നും ആരും പറയണ്ട. ഇതൊക്കെ ഇതിനകത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ഖൈറുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ സുന്നികൾ പൂർവീകർ മുഖേന അത് ശ്രദ്ധിച്ചു വരുന്നവരാണ്. അതുകൊണ്ടാണ് കാസർഗോഡുള്ള പ്രിയ സഹോദരങ്ങളോട്, ആദൂറിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാട് സഹോദരിമാർ ഈ സദസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് ചെയ്യാതെ വരുമ്പോഴാണ് ചിലപ്പോൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും. മക്കൾക്ക് ചില അസുഖങ്ങൾ വിട്ടുമാറാത്ത പനി, ജലദോഷം, ചുമകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതൊന്നും ഇല്ലാതിരിക്കാൻ മക്കൾക്ക് നല്ല ആഫിയത്തിന് വേണ്ടി, ദീർഘായുസിന് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് നമ്മൾ അഖീഖ അറക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കുട്ടിയുടെ പേര് നന്നാക്കണേ, കുട്ടിയുടെ പേര് നന്നാക്കണേ, അത് കുട്ടികളോടുള്ള കടമയാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മൂന്നാമതായി കുട്ടിയോട് പറയുകയാണ്, മാതാപിതാക്കൾക്കുള്ള കർത്തവ്യം, കടമ, കുട്ടികളോടുള്ള കടമ, വയുഅല്ലിമഹുമുൽ കിതാബ്, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കലാണ്. ഖുർആൻ മക്കളെ പഠിപ്പിക്കലാണ്. അത് മക്കളോടുള്ള കടമയാണ്, മാതാപിതാക്കളുടെ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞു തീരേണ്ട താമസം. കുട്ടിയതാ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, ഇന്ന അബീ യഉഖുനി, ഇന്ന അബീ യഉഖുനി, ഇന്ന അബീ യഉഖുനി. അല്ലയോ അമീറുൽ മുഅ്മിനീനെ, എന്റെ ഉപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, എന്റെ ഉപ്പയാണ് എന്നെ പ്രയാസപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്റെ ഉപ്പ ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടില്ല. ഉപ്പ ഇന്ന് വരെ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. മസ്തൻജബ ഉമ്മീ, എന്റെ ഉമ്മ എന്റെ ഉപ്പ തെരഞ്ഞെടുത്തതല്ല. ഇസ്തറാഹാ ബിഅർബഇമിഅതി ദറാഹിമ, എന്റെ ഉമ്മയെ കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വെച്ച ചരക്കായിരുന്നു. കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വെച്ചതാകുന്നായ ഒരടിമ പെണ്ണായിരുന്നു എന്നെ പാവപ്പെട്ട ഉമ്മ. ആ ഉമ്മയെ 400 ദിർഹം കൊടുത്തുകൊണ്ട് സ്വന്തമാക്കിയതാണ് എന്റെ ഉപ്പ. എന്റെ ഉപ്പ വേളി കഴിച്ച് വിവാഹം കഴിച്ചു. അതിലൂടെ ഞാൻ ഈ ലോകത്തേക്ക് കടന്നു വന്നു. എന്റെ ഉമ്മ എന്റെ ഉപ്പയ്ക്ക് കുഫുവല്ല, യോജിച്ചതല്ല. കാരണം എന്റെ ഉപ്പ തറവാട്ട് മഹിമയുള്ള മനുഷ്യനാണ്. എന്റെ ഉമ്മയോ കുപ്പത്തൊട്ടിയിൽ ജീവിച്ച പെണ്ണാണ്, പാവപ്പെട്ട പെണ്ണാണ്. പക്ഷേ മസ്തൻജബ ഉമ്മീ, എന്റെ ഉമ്മയെ വാപ്പ തെരഞ്ഞെടുത്തതല്ല, കമ്പോളത്തിൽ വിൽക്കാൻ വെച്ചതാകുന്നതായ അടിമ സ്ത്രീയാണ്. 400 ദിർഹം കൊടുത്ത് സ്വന്തമാക്കിയതാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ ഇയ്യാകും വഖദറാഇദ്ദമൻ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, ഖദറാഉദ്ദമനിനെ സൂക്ഷിക്കണേ. ഖാലൂ വമൽ ഖദറാഉദ്ദമൻ വമൽ ഖദറാഉദ്ദമൻ യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഖദറാഉദ്ദമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ സൂക്ഷിക്കേണ്ട വസ്തുവായി അവിടുന്ന് പരിചയപ്പെടുത്തിയ ഖദറാഉദ്ദമൻ എന്താണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, അൽ മർഅതു ഫീ മംബതി സൂ, അൽ മർഅത്തുൽ ഹസന ഫീ മംബതി സൂ.
കുപ്പത്തൊട്ടിയിൽ ജനിച്ചു വീണതായ സുന്ദരിയായ പെണ്ണാണ്. സൗന്ദര്യമുണ്ട് പെണ്ണിന്, പക്ഷെ ആ പെണ്ണടിമ സ്ത്രീയായി പോയി. സൗന്ദര്യമുണ്ട് പെണ്ണ്, പക്ഷേ അവൾ മോശപ്പെട്ട കുലമഹിമയില്ലാത്തവളായി പോയി. സൗന്ദര്യമുണ്ട്, പക്ഷേ അന്യമതത്തിൽപ്പെട്ട പെണ്ണായി പോയി. അത്തരത്തിലുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ അക്രമം കാണിക്കരുതേ, അവരോടുള്ള ബാധ്യത ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ കുട്ടി പറയുകയാണ്, എന്റെ ഉമ്മ എന്റെ ഉപ്പ തെരഞ്ഞെടുത്തതല്ല. ഇസ്തറാഹാ കമ്പോളത്തിൽ വിൽക്കാൻ വെച്ച ചരക്കായ ഉമ്മയെ 400 ദിർഹമിന് വിലക്ക് വാങ്ങിയതാണ് ഉപ്പ. അതിലൂടെ ഈ ബൃഹത്തായ ലോകത്തേക്ക് ഞാൻ കടന്നു വന്നു അമീറേ. രണ്ടാമതായി കുട്ടി പറയുകയാണ്, മാ ഹസ്സന ഇസ്മീ, എന്റെ വാപ്പ എന്റെ പേര് നന്നാക്കിയിട്ടില്ല. സമ്മാനീ ജ്വാല, എന്റെ പേര് ജ്വാല എന്നാണ്. അതിന്റെ അർത്ഥം കരിവണ്ടി എന്നാണ്. കരിവണ്ടി എന്ന അർത്ഥം വരുന്നതാകുന്ന പേരാണ് എന്റെ വാപ്പ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ആദൂരിലുള്ള മുസ്ലിമേ, കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മ, ചിന്തിക്കണേ. മക്കൾക്ക് എന്ത് പേരാണ് ഇട്ടുകൊടുത്തത്? നെത്തിൽ നോക്കിയിട്ടിട്ടതാണോ? സിനിമാ നടന്മാരുടെ പേര് കണ്ടിട്ടിട്ടതാണോ? സിനിമാ നടിമാരുടെ പേര് കണ്ടിട്ടിട്ടതാണോ? എന്തേ നമുക്ക് അബ്ദുള്ള പോരാതെ പോയത്? എന്തേ നമുക്ക് അബ്ദുറഹ്മാൻ എന്ന പേര് നഷ്ടപ്പെട്ടു പോയത്? എന്തേ മൈമൂന എന്ന പേര് നഷ്ടപ്പെട്ടു പോയത്? എന്തേ പരിശുദ്ധമാക്കപ്പെട്ട മുത്തുനബിയുടെ മക്കളുടെ പേര് എന്തേ നമുക്ക് ഇല്ലാതെ പോയത്? എന്തേ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ടതാകുന്ന പേര് മുഹമ്മദ് എന്ന നാമം നമ്മുടെ മക്കളിലേക്ക് ഇന്ന് ചേർത്തിടാതെ പോയത്? ഫാത്തിമ എന്ന പേര് മാത്രമിട്ടാൽ അതൊരു മോശമായി സമൂഹം കാണുന്നുണ്ടോ? നഊദു ബില്ലാഹ്. അങ്ങനെ ഒരിക്കലും കരുതരുതേ മുസ്ലിമേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ പേര് എന്തേ നമ്മുടെ മക്കളിലേക്ക് ചേർത്തിട്ടാൽ, പരിശുദ്ധ പ്രവാചകന്റെ പേര് എന്തേ നമ്മുടെ മക്കളിലേക്ക് ചേർത്തിട്ടാൽ, ആ പ്രവാചകന്റെ ഭാര്യമാരുടെ പേര്, അവരുടെ മക്കളുടെ പേര്, സ്വഹാബത്തിന്റെ മഹത്തായ നാമങ്ങൾ എന്തേ നമ്മുടെ മക്കൾക്ക് നമ്മൾ കിട്ടൂടെ? ഒരു മാതാവ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളോടുള്ള കടമയിൽപ്പെട്ടതാണ് പേര് നന്നാക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്റെ പേര് എന്റെ വാപ്പ നന്നാക്കിയില്ല അമീറേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് കുട്ടി പരാതിപ്പെടുകയാണ്. വാപ്പ മകനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടാണ് വന്നത്. വാദിപ്രതിയാകുന്ന കോലമാണ്. കുട്ടിയതാ വാപ്പയെ കുറിച്ച് പരാതിപ്പെടുകയാണ്. നിങ്ങൾ പറഞ്ഞതിന് പ്രകാരമാണ് എങ്കിൽ അമീറുൽ മുഅ്മിനീനെ, എന്റെ വാപ്പ എന്നോട് ക്രൂരതയാണ് ചെയ്തിട്ടുള്ളത്. എന്റെ ഉമ്മയെ തിരഞ്ഞെടുത്തതല്ല, എന്റെ പേര് നന്നാക്കിയിട്ടില്ല. സമ്മാനി ജ്വാല, കരിവണ്ടി എന്നർത്ഥം വരുന്ന പേരാണ് എന്റെ വാപ്പ എനിക്ക് ഇതുവരെ സമ്മാനിച്ചിട്ടുള്ളത്. തീർന്നില്ല. മൂന്നാമതായി കുട്ടി വിളിച്ചു പറയുകയാണ്, വമാ അല്ലമനീ ശൈഅൻ മിൻ കിതാബില്ലാഹ്, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരക്ഷരം പോലും എന്നെ വാപ്പ എനിക്ക് പഠിപ്പിച്ചിട്ടില്ല. ചിന്തിക്ക മുസ്ലിമേ, ചിന്തിക്ക മുഅ്മിനത്തെ, ചിന്തിക്ക മുഅ്മിനേ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ എത്തുമ്പോ മക്കൾ ഇതുപോലെ പറഞ്ഞാൽ, എന്റെ വാപ്പ എനിക്ക് ദീൻ നൽകിയില്ല. മദ്രസയിൽ 5ാം ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ മകൾക്ക് പ്രായപൂർത്തിയെത്തി എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസ സ്ഥാപനം പൂട്ടാൻ വേണ്ടി പറയുന്നവരെ, അത് നിർത്തിവെക്കുന്നവരെ, സ്കൂളിന്റെ തലത്തിലേക്ക് BA പഠിക്കാൻ പോയാലും MAക്ക് പഠിക്കാൻ പോയാലും MBBS പഠിക്കാൻ പോയാലും പ്രായപൂർത്തി പ്രശ്നമല്ലാത്ത മുസ്ലിമീങ്ങളെ, മുസ്ലിമത്തെ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ,
സ്വഹാബ നിങ്ങളുടെ മക്കളെ ഒറ്റയ്ക്ക് റൂമിൽ വസിപ്പിക്കരുതേ, ഒറ്റയ്ക്ക് റൂമിൽ താമസിപ്പിക്കരുതേ. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. വാതിന് വേണ്ടി വാപ്പ വരുമ്പോ, ഉമ്മ വാതിന് വേണ്ടി വരുമ്പോ, വീടിന്റെ കത്തലങ്ങളിൽ എനിക്ക് ഓർമ്മക്കുണ്ട്, എനിക്ക് പരീക്ഷ വരുന്നുണ്ട്, എനിക്ക് നാളെ ഒരുപാട് കാര്യങ്ങൾ എഴുതി കാണിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട് ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന മക്കള് വികളിൽ രണ്ടാമത്തൊരു നില കൂടി പണിയുമ്പോ ആ റൂമിലേക്ക് പാതിരാത്രി സമയത്ത് മക്കളെ പറഞ്ഞേക്കരുതേ. വാപ്പ അതിനു വേണ്ടി വരുന്ന സമയത്ത് ചാറ്റിംഗ് ആണ്, ഫോൺ വിളിയാണ്, IMIയിലൂടെ തന്റെ കാമുകനുമായി വാട്സാപ്പിലൂടെ ചാറ്റിംഗ് ആണ്. സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് പകരുന്നതിന് പകരം അവർക്ക് പടർന്നു കൊടുക്കാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള ഫോട്ടോകൾ സെൻഡ് ചെയ്യുന്ന കാലഘട്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങളുടെ മക്കളെ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതേ. വിവാഹത്തിന് കാലെടുക്കാത്ത മക്കളില്ലയോ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10ൽ പഠിക്കുന്ന മക്കൾ, അവരെ ഒറ്റയ്ക്ക് റൂമിലേക്ക് വിടരുതേ. വഅല്ലിമൂഹുന്നൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കണേ. വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണേ. ആ ഖുർആനിലെ സൂക്തമാകുന്ന സൂറത്തുൻ നൂർ വരെ പഠിപ്പിക്കണേ. എല്ലാ സൂക്തങ്ങളും മക്കൾക്ക് പഠിപ്പിക്കണേ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു വെക്കവേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഈ കുട്ടി വന്നുകൊണ്ട് പറയുകയാണ്, യാ അമീർ, യാ